എൻ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി NDAയിലേക്ക് തിരിച്ചെത്തുന്നു. അമിത്ഷാ, JP നദ്ദ എന്നിവരുമായി ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തി. രണ്ടാം ഘട്ട ചർച്ചകൾ ഇന്ന് ദില്ലിയിൽ നടക്കും. ഔദ്യോഗിക പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് സൂചന. വിശദാംശങ്ങൾ അഖിലശ്രീ നൽകും. വീണ്ടും ചന്ദ്രബാബു നായിഡുവിന്റെ TDP NDAയിൽ ചേരുന്നു. വിശദാംശങ്ങൾ എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം നടക്കാനിരിക്കവെയാണ് ഈ മുന്നണി മാറ്റം. തീർച്ചയായും നികേഷ്, തിരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യകക്ഷികളെ NDAയുടെ ഭാഗമാക്കുക എന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും ഇപ്പോൾ NDAയുടെ ഭാഗമാകുന്നത്. ഇന്നലെ ഒഡീഷയിൽ BJD NDAയുടെ ഭാഗമായിരുന്നു. NDAയിൽ ചേരുന്നത് സംബന്ധിച്ച് മാസങ്ങളായി TDP നേതാക്കൾ BJP ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുകയായിരുന്നു. ഇന്നലെ TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു, BJP ദേശീയ നേതാക്കൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കളുമായി ഇന്നലെ ഡൽഹിയിലെത്തി ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയില്ലെന്ന് ആരോപിച്ച് 2018 TDP NDA സഖ്യം വിട്ടത്. നടൻ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും TDPയുമായി ഇപ്പോൾ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. BJPയും ഈ സഖ്യത്തിന്റെ ഭാഗമാകണമെന്ന് ജനസേന പാർട്ടിയുടെ ആവശ്യം കൂടിയായിരുന്നു. അതിനാണ് ഇപ്പോൾ സാക്ഷാത്കാരമാകുന്നത്. ആന്ധ്രാപ്രദേശിലെ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതി കേസിൽ ചന്ദ്രബാബു നായിഡു കുറച്ചുനാൾ ജയിലിൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ കേന്ദ്ര സഹായം കൂടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് TDPയുടെ ഈ നീക്കമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. നിലവിൽ 25 ലോക്സഭാ സീറ്റുകളിൽ 10 സീറ്റുകളെങ്കിലും വേണമെന്ന ആവശ്യമാണ് BJPക്കുള്ളത്. എന്നാൽ കുറച്ച് സീറ്റുകൾ നൽകാമെന്ന ധാരണയിലാണ് ഇപ്പോൾ TDP നേതാക്കൾ എത്തിയതെന്നാണ് വിവരം. നികേഷ്, അഖിലശ്രീയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. NDA വിപുലീകരിക്കുകയാണ്. അഖിലശ്രീ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒഡീഷയിലെ BJDയുമായി സഖ്യമുണ്ടാക്കുന്നതിനുള്ള അവസാനഘട്ട ചർച്ചകളിലാണ്. UPയിൽ RLDയെ മുന്നണിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൽ ഏറ്റവും വലിയ BJP വിമർശകനായി ഇന്ത്യ സഖ്യത്തിൻ്റെ ആസൂത്രകനായ നിതീഷ് കുമാറിൻ്റെ JDUവിനെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ദക്ഷിണേന്ത്യയിൽ കൂടി വലിയ ചടുലമായ മാറ്റമുണ്ടാക്കുന്നു. അവിടെ TDPയുമായി ധാരണയുണ്ടാക്കുന്നു.